ദൂരെ വെച്ചിട്ട് നല്ല പൽക്ക കേട്ടുകൊണ്ടുള്ള ഉമ്മ പെങ്ങന്മാരുടെ ചൊല്ലട്ട നിങ്ങളെ ലൈഫ് സാർത്ഥകായിട്ടായി ഇന്റെ എഴുതി വെക്കറു നന്റെ ലൈഫ് സാർത്ഥകായിട്ടുണ്ട് എങ്ങനെ ഗൊന്താവിടെ ഉസ്താദേ ബൊള്ളായുടെ ഒരു ഉമ്മ കേട്ടെ ഉസ്താദ് നന്റെ ലൈഫ് സാർത്ഥകായിട്ട് വ്യക്തമായിട്ടില്ല ചെന്നിട്ട് എങ്ങനെ ഗൊന്താവിടെ ഉസ്താദേ എഴുതി വെക്കറു ഉമ്മമാരെ ഇന്നലത്തെ കാട്ടി ഇന്നലെ നിങ്ങൾ ആക്കാത്ത ഒരു എന്തെങ്കിലും ഒരു നല്ലത് ഇണ്ട് നിങ്ങൾ ആക്കിയാറാ ഇണ്ട് ആക്കാത്ത ഒരു നല്ലത് നാളെ നിങ്ങൾ ആക്കിയാറാ ഇന്നലെ ഒരു 5 നല്ലതാക്കിയാ ഇണ്ടു നിങ്ങൾ 5 ആക്കിരമാ നിങ്ങളുടെ ലൈഫ് സാർത്ഥകായിട്ടില്ല ഇണ്ട് 6 ആക്കും ഇണ്ട് 6 ആക്കിയമാ 4 6 ആവത്തിര 4 7 ആവണം ഉസ്താദേ അങ്ങനത്തെ മാത്രം നല്ലത് ജന്മ ഉണ്ടാ നല്ലത് കുറഞ്ഞൊന്നുമില്ല ഇഷ്ടം പോലെ നല്ലതുണ്ട് ഖിയാമത്ത് നാളിന്റെ ഒരു താരീഖ് തോൽ ആക്കുകളെല്ലാം നല്ലതുണ്ട് പക്ഷെ നമുക്ക് കൊന്തു വേണു ആ നല്ല ആക്കുകളുടെ നസീബ് വേണു അണബറ വേണു അണബറ പണ്ടെല്ലാം അണബറ എന്തെങ്കിലും കേൾക്കുന്ന പറയടേറ്റിക്കണോ ഉണ്ട് അണബറ അത് അങ്ങനെ ചൊല്ലുമ്പോ മാത്രം പറയടേണ്ട അതേ ടൈമിൽ ഹണബറ ചൊന്നെങ്കിൽ തക്ദീർ ഉണ്ട് നസീബ് ഉണ്ട് ചൊല്ലുണ്ട് ഉണ്ട് ഇവിടെ ഒരു ഹെൽത്ത് ഉണ്ട് ആ ഹെൽത്തേ നടക്കടേ അല്ല ഓർത്ത ബന്ധുണ്ട് ഉസ്താദ് നക്ക് നല്ലാവുകയായിട്ടില്ല ഉസ്താദ് എന്താക്കടേ നണ്ട അല്ല ഇങ്ങനെ ആക്കിരെ കണ്ട് വെറുതെ അല്ലട ദൂരം നിക്ക് നല്ലാവുക മനസ്സില്ലല്ലോ നീ വെറുതെ അല്ലട ദൂരം അത് ഉമ്മയുടെ ബാറ്റ് നിൽക്കുമ്പോ അല്ല കണക്കാക്കിട്ടില്ലല്ലോ ഉസ്താദ് ആരല്ല ഈമാനോട് കൂടെ മരിക്കട ആരല്ല ഈമാനില്ലാണ്ട് ചാവിടേൻ പിന്നെ ഞാൻ എന്തിനും ഉസ്താദ് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് കാര്യ കണക്കാക്കി വെച്ചല്ലോ അല്ലാഹു തആല ഉമ്മയുടെ ബാറ്റില് ഈമാൻ ഇല്ലാണ്ട ചാവണു എന്നിട്ട് അല്ല കണക്കാക്കി തിന്നെങ്കിലും നിന്റെ നല്ല തണ കൊണ്ടിട്ട് അല്ലാഹു അത് ബദലാക്കൂ ചാൻസ് ഉണ്ട് ഇമാം കിതാബിൽ പഠിപ്പാട്ടിയാർ ഇന്നലെ അരിക്കിള മാടാവിടെ വാദറ സദസ്സില് ഞാൻ 3 വിഷയം ചൊന്നരെ ഇന്നിപ്പോ അത് റിപ്പീറ്റ് ആക്കില്ല ആ 3 വിഷയം ഞങ്ങളെ ലൈഫിൽ ആക്കി തിന്നെങ്കിൽ ഉമ്മയുടെ ബാത്തിൽ അല്ല കണക്കാക്കി ടിക്കടാ ഓണ് ബെടക്കാവണ് നിന്നിട്ടു ആ എങ്കിൽ അല്ലാഹു തആല നല്ലാക്കിട്ട് പരിവർത്തനാക്കടാ 3 വിഷയമുണ്ട് അന്ന് 3 വിഷയം ഇപ്പൊ ഞാൻ ചൊല്ലൂല ഞാൻ ചൊന്നോണ്ട് വന്നു മോമിനീങ്ങളെ ഞങ്ങളെ ചരിത്ര കേൾക്കുമ്പോ എന്തികായിട്ട് ചരിത്ര കേൾക്കണു വളരെ ഉസ്താദരൊട്ട ചരിത്ര ചൊല്ലാറല്ലേ എന്തിക ചരിത്ര ചൊല്ലു പാട്ടണു ആ ചരിത്ര കേക്കട മഹാന്റെ ലൈഫ് സ്റ്റൈല് ഇനിമേലെ നന്റെ ലൈഫ് സ്റ്റൈൽ ആവണു പാലക്കാറ ഇപ്പ കൊറിയ പാലക്കാരങ്ങ ഉള്ളായിട നണ്ട വാദര സദസ്സിൽ അങ്ങനത്തെ പാലക്കാരങ്ങളെ കണ്ടോണ്ടില്ല ആ പാലക്കാരങ്ങളെ തലയിൽ നോക്കുമ്പോ റിബണ് കാണ്ട് ഇന്റെ ആണമക്കോ പെണ്ണാവകാശ പെണ്ണ് കാണാവകാശ ഞാനിപ്പോ അതൊക്കെ ചെമ്മ പോണ്ടില്ല എന്നാ ചൊന്നോണ്ട് വന്നു പണ്ടത്തണങ്ങല പെണ്ണിങ്ങേ നക്ക കൊന്തുണ്ട് നണ്ടയലോലു അവള് സ്കൂളിൽ പോയോണ്ടിരിക്കുമ്പോ ഞങ്ങൾ ഒട്ടിക സ്കൂളിൽ പോയോണ്ടിരിക്കുമ്പോ അവളുടെ തലയില് ഹെയർ ബെൻഡിന്ത് അതേപോലെ ഹെയർ പിന്നിന്ത് ഇണ്ട് നോക്കുമ്പോ പാലക്കാരങ്ങ തലയില് റിബണ് കാണ്ട് അല്ലല്ല പെണ്ണിട്ടത് എന്തികളാ പെണ്ണ് മൂസ നീന് നിന്റെ തലകിടോ പെണ്ണിട്ടത് എന്തികളാ ആണ് തലകിടോ ആണായിട്ട് നടക്കണായതിലാ പെണ്ണായിട്ട് നടക്കണായത് മൻ തശബ്ബഹ ബിഖൗമി ഫഹുവ മിൻഹു വേറെ ഒരാളൊട്ട തുലനായെങ്കിൽ കമ്പയർ ആയെങ്കിൽ അവൻ ആ കൂട്ടത്തിൽ പെട്ടുപോയാണ്ടല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു തങ്ങൾ ഓർക്കവും അങ്ങനെ ആവകുതീറ മുസ്ലിം ബാലക്കാരങ്ങളെ അതാ ബാലക്കാരങ്ങളെ തലല് റിബണ് കാണുകുതീറ വേറെ കുറേ ബാലക്കാരങ്ങ ഉള്ളാറ് സുബ്ഹാനല്ലാഹ് അവന്റെ കയ്യില് കാണ്ട് ചെയിന് കാണ്ട് അവന്റെ കൽത്തല് കാണ്ട് ചെയിന് കാണ്ട് കൽത്തല് മാലയിടണായത് ഗോണ നീയല്ലലാ കൽത്തല് മാലയിടണായത് നിന്റെ ഉമ്മലാ കൽത്തല് മാലയിടണായത് നിന്റെ മുത്തോലുലാ കൽത്തല് മാലയിടണായത് നിന്റെ എലോലുലാ നിക്ക് പഠിപ്പില്ലെങ്കിൽ പഠിപ്പുള്ളങ്ങളട്ട കേട്ടിട്ട് പഠിക്കല ഞാൻ ചൊന്നോട്ട് വന്നു ബാലക്കാറാ ഓന്റെ കൽത്തല് മാല കാണ്ട് എന്തികളാ നിന്റെ കൽത്തല് മാല കണ്ടോട്ടുള്ളൂ
നോക്കുമ്പോ ഓൻ ഏതാ ഒരു സിനിമ നോക്കിയപ്പോ ആ സിനിമത്തില് എന്താ ഒരു സ്റ്റൈല് വന്നത് ഹീറോയുടെ കഴുത്തില് അതാ മാല കൊണ്ട് ചെയിനുണ്ട്. ഇപ്പൊ നോക്കുമ്പോ ആ കഴുത്തില് ചെയിൻ ഇട്ടിട്ട് മാല ഇട്ടിട്ട് പള്ളിയില് നിസ്കാരത്തിൽ വന്നോണ്ടുള്ള ഓൺ എന്തിಗೆ നിസ്കരിക്കടോ? കഴുത്തില് ചെയിൻ ഇട്ടിട്ട് നടക്കണ പാലക്കാരൻ നീ എന്തികളാ നിസ്കരിക്കടോ? നിന്റെ നിസ്കാരം ആറുകളാ. നീ യഥാർത്ഥത്തിൽ മുസ്ലിമായിട്ട് റബ്ബുകവേനായിട്ട് നിസ്കരിക്കണമെന്നുണ്ടായെങ്കിൽ നിന്റെ കഴുത്തിലുള്ള ചെയിൻ എടുത്ത് വെച്ചുക, നിന്റെ കയ്യിലുള്ള ചെയിന് ദൂരെ വെച്ചുക. നോക്കുമ്പോ തലയിൽ തൊപ്പിയില്ലേ, കഴുത്തിൽ ചെയിനിട്ടുണ്ടോ? തൊപ്പിയല്ലേ വേണയോ? തൊപ്പില്ല. പള്ളിയിൽ വന്നെങ്കിലും പള്ളിയിൽ അല്ല തൊപ്പി അങ്ങനെ തൊപ്പി കീസയിലില്ലേ ഇല്ലേ പാന്റിൽ രണ്ട് കീസ ഉടൻ കീസ ഇഞ്ഞൻ കീസ മുട്ടുളും കീസ എന്തികായിട്ട് നോക്കാം മുട്ടുളും കീസ ഗൂഗിൾ പേ ഫോൺ പേ എല്ലാം വന്നല്ല പിന്നെ എന്തിക്ക് പൈസ കുറച്ച് പോകുന്നില്ലല്ലേ പാന്റിൽ മുട്ടുളും കീസ ബാക്കിലും കീസ പണ്ടത്തെ എന്തമാ ഒരു വിശേഷം ഒരാളെ വിഷയം പേര് ചെന്നിട്ട് ഞാൻ ഒരു ഉദാഹരണം മാത്രമേ వాళ్ళు പോകുമ്പോ ഉസ്താദ് വന്നിട്ട് മെല്ലെ കേൾക്കണേ, അല്ല നിങ്ങൾക്ക് എങ്ങനെ അയാളെ വിഷയം ಗೊತ್ತಾಯೆ ഇന്ന പോലെ പണ്ടത്തെ ആത്മാരിങ്ങനെ ജണ്ട് കീസ വെച്ച് നടന്നു എന്നിട്ടില്ലേ നിങ്ങളെ ബോബമാർഗല്ല ജണ്ട് കീസ ഇന്ത്യൻ കീസയുടെ അഗത്യമില്ല. പെട്രോൾ പമ്പ് പോയി നോക്കുമ്പോ ഇങ്ങനെ മുഞ്ഞാണ്ട് വാതു പോകുന്ന ഒട്ടിക്കൊള്ളാൽ പമ്പുള്ളൂ എണ്ണയുടെ വാട്ടിട്ട് തന്നെ ഒട്ടിക്കൊള്ളാൽ നാക്കിട്ട് നീ എന്തെങ്കിലും പമ്പിടുണ്ട് ഫോട്ടോ എടുക്കട്ടെ. അല്ല ഉസ്താദേ അത് ബാർകോഡ് ഉണ്ട്, അതിന് സ്കാനിങ് ആക്കിയല്ലോ, പൈസ പോകും, പൈസ കൊടുക്കും. അപ്പൊ കീസ പൈസ എടുത്ത് കൊടുക്കണ്ടില്ലേ? പക്ഷേ ഞാൻ ചൊന്നോണ്ട് വന്നു ഇത്തര കീസ കൊണ്ട് പാന്റിൽ നിന്നിട്ട് സുബ്ഹാനല്ലാഹ് ഒരു 100 രൂപയുടെ തൊപ്പി കൊണ്ട് കീസയിൽ വെക്കുക ഈ പാലക്കാരോ ആയില്ലെങ്കിൽ ഓണെന്ത്ര മുസ്ലിം തൊപ്പിയല്ലേ ഇസ്ലാമിന്റെ ചിഹ്ന തൊപ്പിയല്ലേ മുസ്ലിം പാലക്കാരാ. കീസയിൽ ഒരു 100 രൂപയുടെ തൊപ്പി വെക്കുകയില്ലെങ്കിൽ ഓണെന്ത്ര മുസ്ലിം. ജമാഅത്ത് കമ്മിറ്റി പള്ളിയിൽ തൊപ്പി അറേഞ്ച് ആക്കണ നിക്ക് നിസ്കരിക്കുക, പള്ളിയാക്കി തന്നത് മെയ്യായില്ലേ? ആ പള്ളിയിലെ കാർപ്പറ്റ് വെച്ച് തന്നത് മെയ്യായില്ലേ? പള്ളിയിൽ AC വെച്ച് തന്നത് മെയ്യായില്ലേ? ഇല്ലല്ല പേടി എന്ത് കാരണം പള്ളിയിൽ AC വെച്ചോ എന്താ കാരണം? AC ഇട്ടിട്ട് പറഞ്ഞൂടെ ചാവിടി പള്ളി വെള്ളിയാസരന്റെ വേഗമുണ്ട് ഇപ്പൊ വെള്ളിയാസരന്റെ വേഗല്ലേ വണ്ടേ എന്റെ പള്ളിയിൽ AC ഉണ്ട്, നല്ല സെക്കുണ്ട്. പോയിട്ട് കാലെല്ലാം നീട്ടിട്ട് ഒന്ന് ചാരിട്ടൊന്ന് കിടക്കാം. ഞാൻ ചൊന്നോണ്ട് വന്നു ആ എല്ലാ സൗകര്യവും ആക്കി തന്നില്ലേ? ആ എല്ലാ സൗകര്യവും ആക്കി തന്നിട്ട് നിസ്കരിക്കുന്ന ടൈമിലോ നിന്റെ തലയിൽ ബൈക്കണായ തൊപ്പി കൂടി കമ്മിറ്റിയുടെ സൗകര്യാക്കി തരണോ? എന്തേ നിന്റെ കീസൽ എപ്പോലും ഒരു തൊപ്പി വെച്ചിട്ട് നടക്കുക?